ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സംഘസാഹിത്യമാണ്. സംഘസാഹിത്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സംഘസാഹിത്യം കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് നോക്കാം. കൃതികളും രചയിതാക്കളും. സംഘസാഹിത്യം അന്ന് സംഘകാലത്ത് ഉണ്ടായിരുന്ന കൃതികൾ, അവയുടെ രചയിതാക്കളുമാണ് പറയുന്നത്. അപ്പോൾ തിരുക്കുറൽ ആരാണ്? തിരുവള്ളുവരാണ് രചിച്ചത്. തിരുക്കുറൽ രചിച്ചത് തിരുവള്ളുവരാണ്. തൊൽക്കാപ്പിയം രചിച്ചത് തൊൽക്കാപ്പിയർ. അത് എളുപ്പമാണല്ലോ ആലോചിക്കാൻ. തൊൽക്കാപ്പിയർ. ജീവക ചിന്താമണി രചിച്ചത് തിരുത്തകത്തേവറാണ്. ജീവക ചിന്താമണി തിരുത്തകത്തേവർ. നമ്മൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് പിന്നെ അത് തിരുത്താൻ നടക്കൂല അല്ലേ, ചിന്തിച്ച് കഴിഞ്ഞു പോയത്. അപ്പോൾ ജീവക ചിന്താമണി തിരുത്തകത്തേവർ. തിരുക്കുറൽ തിരുവള്ളുവർ. തിരുക്കുറൽ തിരുവള്ളുവർ. തൊൽക്കാപ്പിയർ. ജീവക ചിന്താമണി തിരുത്തകത്തേവർ. മധുരൈ കാഞ്ചി. മാങ്കുടി മരുതനാണ് മധുരൈ കാഞ്ചി. മാങ്ങയ്ക്ക് നല്ല മധുരമാണ് അല്ലേ. അപ്പം മധുരൈ കാഞ്ചി മാങ്കുടി മരുതൻ. മാങ്കുടി മാ കുടിക്കുമ്പോൾ നല്ല മധുരമാണ്. അങ്ങനെ കണക്ട് ചെയ്താലാണ് കുറച്ചുകൂടെ എളുപ്പം തോന്നും. മാങ്കുടി മരുതൻ മധുരൈ കാഞ്ചി. കലിംഗത്തു പരണി ജയൻ ഗോണ്ടേർ. ജയൻ ഗോണ്ടേർ. ജയൻ എന്ന് പറഞ്ഞാൽ ഗുണ്ട, നല്ല പണി കൊടുക്കും അല്ലേ. കലിംഗത്ത് പരണി, കലിംഗയെ പോയി പോലും പണി കൊടുക്കും. ജയൻ ഗോണ്ടേർ. ജയൻ എന്ന് പറഞ്ഞാൽ ഗുണ്ട, കലിംഗയെ പോയി പോലും പണിയെടുക്കും. അപ്പോൾ കലിംഗത്ത് പരണി ജയൻ ഗോണ്ടേർ. ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ചിലപ്പോൾ നമുക്ക് എക്സാമിന് അതൊക്കെ എനിക്ക് ഓർമ്മ വരിക. അകനാനൂറ് രുദ്രവർമ്മനാണ്. രുദ്രവർമ്മൻ. അതിന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. നളവെൺപ പുകഴേന്തി. അതായത് നളചരിതം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ വെൺമ എന്നൊക്കെ ഉദ്ദേശിച്ചാൽ മതി ഒന്ന് ജസ്റ്റ്. അപ്പോൾ അതിന് പുകഴ്ത്തി പറയില്ലേ, നല്ല വെണ്മയുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പുകഴ്ത്തി പറയില്ലേ. അപ്പം നളവെൺപ പുകഴേന്തി. ചിലപ്പതികാരം ഇളങ്കോവടികൾ. മണിമേഖല സാത്തനാറാണ്. രചിച്ചത് സാത്തനാറാണ്. കമ്പരാമായണം കമ്പർ. അത് എളുപ്പമാണല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് കൃതികൾ സംഘകാലത്തെ? തിരുക്കുറൽ രചിച്ചത് തിരുവള്ളുവർ. തൊൽക്കാപ്പിയർ. ജീവക ചിന്താമണി തിരുത്തകത്തേവർ. ചിന്തകൾ തിരുത്താൻ പറ്റില്ല, അപ്പോൾ ജീവക ചിന്താമണി തിരുത്തകത്തേവർ. മധുരൈ കാഞ്ചി മാങ്കുടി മരുതൻ. കുടിക്കുമ്പോൾ നല്ല മധുരമാണ്. മധുരൈ കാഞ്ചി മാങ്കുടി മരുതൻ. കലിംഗത്തു പരണി ജയൻ ഗോണ്ടേർ. ജയൻ എന്ന് പറഞ്ഞ ഗുണ്ട കലിംഗത്ത് വരെ പണി കൊടുക്കും. കലിംഗയെ പോയി വരെ പണി കൊടുക്കും. കലിംഗത്തു പരണി ജയൻ ഗോണ്ടേർ. അകനാനൂറ് രുദ്രവർമ്മൻ. നളവെൺപ പുകഴേന്തി. നല്ല വെണ്മയുണ്ടെങ്കിൽ നമ്മൾ പുകഴ്ത്തി പറയും അല്ലേ. നളവെൺപ പുകഴേന്തി. ചിലപ്പതികാരം ഇളങ്കോവടികൾ. മണിമേഖല സാത്തനാർ. കമ്പരാമായണം കമ്പർ. ഇനി കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് പതിറ്റുപ്പത്ത്. സംഘകാലഘട്ടത്തിലെ ചേര രാജാക്കന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് പതിറ്റുപ്പത്ത്. പതിറ്റുപ്പത്തിന്റെ പ്രത്യേകത എന്താണ്? സംഘകാലഘട്ടത്തിലുള്ള ചേര രാജാക്കന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് പതിറ്റുപ്പത്ത് എന്ന സംഘകാല കവിതകൾ ക്രോഡീകരിച്ച കവി കപിലറാണ്. പതിറ്റുപ്പത്ത് എന്ന സംഘകാല കവിതകൾ ക്രോഡീകരിച്ചത് ആരാണ്? കപിലറാണ്. അപ്പോൾ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ചോദിച്ചാൽ പതിറ്റുപ്പത്താണ്. ഈ സംഘകാലഘട്ടത്തിലെ ചേര രാജാക്കന്മാരെ കുറിച്ച് ആണ് ഈ പതിറ്റുപ്പത്തിൽ പരാമർശിക്കുന്നത്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നു, സംഘകാലഘട്ടത്തിലെ ചേര രാജാക്കന്മാരെ കുറിച്ച് പരാമർശിക്കുന്നത് ചോദിച്ചാലും പതിറ്റുപ്പത്താണ്. ഈ പതിറ്റുപ്പത്ത് എന്ന് പറഞ്ഞ സംഘകാല കവിതകൾ ഉണ്ടായല്ലോ, അതിനെ ക്രോഡീകരിച്ചത് ആരാണ്? കപിലറാണ്. കപിലർ എന്ന കവിയാണ് ക്രോഡീകരിച്ചത്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ചക്കയാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ചക്കയാണ്. സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ നൃത്തരൂപമാണ് തിരുവാതിര. സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ നൃത്തരൂപം ഏതാണ്? തിരുവാതിരയാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവങ്ങളിലൊന്ന് ചക്കയാണ്. അത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. LDCക്ക്, ഗാദി ബോർഡ് LDക്ക് ചോദിച്ചിട്ടുണ്ട്. ചക്ക സമൃദ്ധമായി ലഭിച്ചിരുന്നു എന്ന് പരാമർശിക്കുന്ന നിലമാണ് കുറിഞ്ചി നിലം. അപ്പോൾ ചക്ക സമൃദ്ധമായിട്ട് ലഭിച്ചിരുന്നു. അപ്പോൾ പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവങ്ങളിലൊന്ന് എന്ന് ചോദിച്ചാലും, കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതാണെന്ന് ചോദിച്ചാലും, പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതാണെന്ന് ചോദിച്ചാലും ചക്കയാണ്.
ചക്ക സമൃദ്ധമായി ലഭിച്ചിരുന്നു എന്ന് പരാമർശിക്കുന്ന നിലം ഏതാണ്? കുറിഞ്ചി നിലമാണ്. കുറിഞ്ചി നിലം. നാട്ടുവഴികളിൽ ലഭ്യമായ മധുരം കിനിയും ചക്കച്ചുളകളെ പറ്റി പരാമർശിക്കുന്നത് ഏത്? അങ്ങനെയും ചോദിക്കാം. അപ്പോൾ പഴന്തമിഴ് പാട്ടുകളിലാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കപ്പെടുന്ന കറി, പടറെപ്പ എന്നിവ സൂചിപ്പിക്കുന്നത് എന്താ? കുരുമുളകും കുരുമുളക് തോട്ടവുമാണ് കറി, പടറെപ്പ എന്നിവ സൂചിപ്പിക്കുന്നത്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കപ്പെടുന്ന കറി, പടറെപ്പ എന്നിവ സൂചിപ്പിക്കുന്നത് കുരുമുളകും കുരുമുളക് തോട്ടവുമാണ്. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? പറവൂരാണ്. അപ്പോൾ എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പറവൂര് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്. ഇനി പ്രാചീന തമിഴകത്തിന് റോമുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ടും ഉണ്ടായിരുന്ന കച്ചവട ബന്ധം സംബന്ധിച്ച് പുതിയ തെളിവുകൾ ലഭിച്ച പ്രദേശം എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലത്തു നിന്നാണ് പ്രാചീന തമിഴകത്തിന് റോമുമായിട്ട് പിന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ടും കച്ചവട ബന്ധം ഉണ്ടായിരുന്നെന്ന് തെളിവുകൾ ലഭിച്ചത്. ഇനി പ്രധാന തെളിവുകൾ എന്തൊക്കെയായിരുന്നു? ആംഫോറ ഭരണികളുടെ അവശിഷ്ടം, റോമൻ ഗ്ലാസുകൾ അതൊക്കെയായിരുന്നു. ആംഫോറ ഭരണികളുടെ അവശിഷ്ടവും റോമൻ ഗ്ലാസുകളാണ് അന്ന് തെളിവായിട്ട് ലഭിച്ചത്. റോമാക്കാർ പ്രാചീന തമിഴകത്തു നിന്ന് പ്രധാനമായും കൊണ്ടുവരുന്നത് കുരുമുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു. സംഘസാഹിത്യത്തിൽ ഗ്രീക്ക്, റോമൻ, പശ്ചിമേഷ്യൻ വ്യാപാരികളെ സൂചിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്ന പദമാണ് യവനർ. 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടൽ തീരത്തിനാണ് നെയ്തൽ. കടൽ തീരത്താണല്ലോ നമ്മൾ വല നെയ്യുന്നത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കടൽ തീരത്തിനെയാണ്. സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉമണർ എന്നാണ്. ഉപ്പു വ്യാപാരികൾ അറിയപ്പെട്ടിരുന്നത് ഉമണർ എന്നാണ്. സംഘസാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് ഉണങ്ങി വരേണ്ട പ്രദേശത്തെയാണ്. കാരണം കടൽ തീരത്ത് ഭയങ്കര വെയിലായിരിക്കുമല്ലോ, അവിടെ ഡ്രൈ ആയിട്ടുള്ള മണലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഉണങ്ങി വരേണ്ട പ്രദേശത്തെയാണ് നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത്. പ്രാചീന തമിഴകത്തിലെ തിണകളിലൊന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശമാണ്. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. ഇനി തിണകൾ 5 തിണകളാണുള്ളത്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. അതിൽ കുറിഞ്ചി എന്ന് പറയുമ്പോൾ നമുക്ക് കുറിഞ്ഞിമല എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ കാടും മലകളും നിറഞ്ഞ പ്രദേശം, പർവ്വത പ്രദേശമാണ് കുറിഞ്ചി. പർവ്വത പ്രദേശം, കാടും മലയും നിറഞ്ഞ പ്രദേശം. അവിടുത്തെ ജനവിഭാഗമാണ് വേടർ, പറയർ, വേട്ടുവർ, കുറവർ. വേടർ എന്ന് പറയുമ്പോൾ മലകളിൽ വേട്ടയ്ക്കൊക്കെ പോകുന്നവർ. അപ്പോൾ വേടർ, പറയർ, വേട്ടുവർ, കുറവർ. കണക്ട് ചെയ്യാൻ പറഞ്ഞാണ് കേട്ടോ വേടർന്ന്. അപ്പോൾ അവരുടെ ജനങ്ങൾ ഏർപ്പെട്ട തൊഴിൽ എന്തായിരിക്കും? വേട്ടയാടൽ, വനവിഭവം ശേഖരിക്കൽ. കാരണം കാടും മലയും നിറഞ്ഞ പർവ്വത പ്രദേശമാണ് കുറിഞ്ചി. അപ്പോൾ അവിടെ വേട്ടയാടലും വനവിഭവം ശേഖരിക്കലും ആയിരിക്കും ജനങ്ങൾ ഏർപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. ഇനി മുല്ലൈ എന്ന് പറയുമ്പോൾ പുൽമേടാണ്. മുല്ലൈ പുൽമേട്. ജനവിഭാഗം ഇടയറാണ്. പുൽമേടാവുമ്പോൾ ഇടയന്മാരുണ്ടാവും, ആട്ടിടയന്മാർ. അപ്പോൾ മുല്ലൈ, പുൽമേട്, ഇടയർ, കന്നുകാലി വളർത്തൽ. ആട്ടിടയന്മാരെന്നല്ല, കാലികളെ മേയ്ക്കുന്ന ഇടയന്മാരുണ്ടാവും. അപ്പോൾ അവരുടെ തൊഴിലെന്ന് പറയുന്നത് കന്നുകാലി വളർത്തലാണ്. അപ്പോൾ കുറേ പറയുന്നുണ്ട്. തിണകളിലെ രണ്ടാമത്തേതാണ് മുല്ലൈ. മുല്ലയുടെ പ്രദേശം എന്ന് പറയുന്നത് പുൽമേടാണ്. ജനവിഭാഗം ഇടയർ. ജനങ്ങളേർപ്പെട്ട തൊഴിൽ കന്നുകാലി വളർത്തൽ. പാലൈ വരണ്ട പ്രദേശമാണ്, പാഴ്പ്രദേശം അല്ലെങ്കിൽ വരണ്ട പ്രദേശമാണ് പാലൈ. അവിടുത്തെ ജനവിഭാഗമാണ് മറവർ അല്ലെങ്കിൽ കള്ളർ. മറവർ, കള്ളർ എന്നിവരാണ് ജനവിഭാഗം. ജനങ്ങളുടെ തൊഴിലുകൾ കവർച്ചയാണ്. വരണ്ട പ്രദേശം, അവിടെ കൃഷിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അവരുടെ തൊഴിൽ എന്ന് പറയുന്നത് കവർച്ചയാണ്. ജനവിഭാഗം മറവർ, കള്ളർ. കള്ളന്മാർ മറിഞ്ഞിരിക്കുന്നവരാണല്ലോ. അപ്പോൾ മറവർ, കള്ളർ, കവർച്ചയാണ് തൊഴിൽ. വരണ്ട പ്രദേശമാണ് പാലൈ. പാഴ്പ്രദേശമാണ് പാലൈ. മരുതം എന്ന് പറയുമ്പോൾ മരുതം പച്ചപ്പാണല്ലോ മരുതം. അപ്പോൾ വയൽ പ്രദേശം. ഉഴവർ, തൊലുവർ. കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നവരാണ്. കൃഷിപ്പണി ചെയ്യുമ്പോൾ നിലം ഉഴവുക എന്ന് പറയുമല്ലോ. അപ്പോൾ ഉഴവർ, തൊലുവർ. ജനങ്ങൾ ഏർപ്പെട്ട തൊഴിലാണ് കൃഷി. മരുതം തിണ വയൽ പ്രദേശമാണ്.
അവിടെ ജീവിക്കുന്ന ആളുകൾ ഉഴവർ, തൊലുവർ. അവരുടെ തൊഴിൽ കൃഷിയാണ്. നെയ്തൽ നമ്മൾ പറഞ്ഞു തീരപ്രദേശമാണ്. പരതവർ, ഉമണർ. ഉമണർ എന്ന് പറയുന്നത് സംഘകാലഘട്ടത്തിലെ ഉപ്പു വ്യാപാരികളെയാണ് ഉമണർ എന്ന് പറയുന്നത്. അപ്പോൾ നെയ്തൽ തീരപ്രദേശത്തെ ജനവിഭാഗമാണ് പരതവർ, ഉമണർ. മീൻപിടുത്തവും ഉപ്പ് നിർമ്മാണവുമാണ് അവരുടെ തൊഴിൽ. കാരണം തീരപ്രദേശമാണല്ലോ, അപ്പോൾ മീൻപിടുത്തവും ഉപ്പ് നിർമ്മാണവും. കുറിഞ്ചി എന്ന് പറയുമ്പോൾ പർവ്വത പ്രദേശമാണ്, കാടും മലകളും നിറഞ്ഞ പ്രദേശം. വേടർ, പറയർ, വേട്ടവർ, കുറവർ അവിടുത്തെ ജനവിഭാഗങ്ങളാണ്. അവരുടെ തൊഴിലാണ് വേട്ടയാടൽ, വനവിഭവം ശേഖരിക്കൽ. മുല്ലൈ എന്ന് പറയുമ്പോൾ പുൽമേടാണ്. പുൽമേടിലെ ഇടയരാണ് ജനവിഭാഗം. കന്നുകാലി വളർത്തലാണ് തൊഴിൽ. പാലൈ വരണ്ട പ്രദേശമാണ്, അല്ലെങ്കിൽ പാഴ്പ്രദേശമാണ്. മറവർ, കള്ളർ, കവർച്ച നടത്തുന്നവരാണ് അവിടെ ജീവിക്കുന്നത്. ഇനി മരുതം വയൽ പ്രദേശമാണ്. അപ്പോൾ ഉഴവർ, തൊലുവറാണ് അവിടുത്തെ ജനവിഭാഗം. കൃഷിയാണ് അവരുടെ തൊഴിൽ. നെയ്തൽ തീരപ്രദേശമാണ്. പരതവർ, ഉമണർ. മീനൊക്കെ പരതി പിടിക്കുന്നവർ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ പരതവർ, ഉമണർ. ഉമണർ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഉപ്പ് വ്യാപാരികളാണ്. അപ്പോൾ അവരുടെ മെയിൻ തൊഴിൽ എന്താണ്? മീൻപിടുത്തവും ഉപ്പ് നിർമ്മാണവുമാണ്. തൊണ്ട ഡ്രൈ ആയതാണ്, അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കുക. ഇനി ഇതിലൊരു മെമ്മറി കോഡ് പറഞ്ഞിട്ടുണ്ട്. പാർവതിയും കുറിഞ്ചിയും പുൽമേട്ടിലെ മുല്ലയും പറിച്ച് കടലിൽ പോകാൻ നെയ്ത വലയുമായി വയലിലൂടെ മരുതനോടൊപ്പം വീട്ടിലെത്തിയപ്പോൾ അടുപ്പത്ത് വെച്ചിരുന്ന പാലെല്ലാം പാഴായി. ഈ കോഡ് പഠിച്ചെടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. ഈ കോഡ് പഠിക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. കുറിഞ്ഞിമല, അപ്പോൾ പർവ്വത പ്രദേശം. കാടും മലയൊക്കെ പ്രദേശമാകുമ്പോൾ അവിടെ ജനവിഭാഗം വേടർ, വേട്ടുവർ, പറയർ, കുറവർ. പിന്നെ വേട്ടയാടലായിരിക്കും അവരുടെ തൊഴിൽ. അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാവുന്നതാണല്ലോ. അപ്പോൾ പിന്നെ ഈ കോഡിൻ്റെ ആവശ്യമില്ല. പ്രാചീന കേരളത്തിലെ തിണകൾ ഏതൊക്കെയാണ്? കുറിഞ്ചി, മുല്ലൈ, നെയ്തൽ, മരുതം, പാലൈ. അതിൽ കുറിഞ്ചി പർവ്വത പ്രദേശം, മുല്ലൈ പുൽമേട്, കുന്ന്, നെയ്തൽ കടൽ തീരം, മരുതം വയൽ പ്രദേശം, പാലൈ പാഴ്പ്രദേശം. ഇനി നെക്സ്റ്റ് ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം, അതിനെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു PYQ ആണ്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഇവിടെ വെച്ചാണ്, ഒറ്റപ്പാലത്ത് വെച്ചാണ്. 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലത്ത് വെച്ചാണ്. അപ്പോൾ 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശമായിരുന്നു. അപ്പോൾ 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചാണ്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ടി പ്രകാശം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം, അതിനെക്കുറിച്ച് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം, കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം, അതായത് അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്തായിരുന്നു. അതിൻ്റെ അധ്യക്ഷൻ ടി പ്രകാശം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയായിരുന്നു നടന്നത്. അതിൻ്റെ ഡേറ്റും കൂടെ ഓർത്ത് വയ്ക്കുക. ഏപ്രിൽ 23 മുതൽ 26 വരെ. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയായിരുന്നു ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ബാരിസ്റ്റർ ടി പ്രകാശം. നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ. ടി പ്രകാശത്തിന് അറിയപ്പെട്ടിരുന്നത് ആന്ധ്ര കേസരി എന്നാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ടി പ്രകാശം. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനമാണ് 1921 ഒറ്റപ്പാലം സമ്മേളനം. അപ്പോൾ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലുള്ള പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനമായിരുന്നു 1921 ഒറ്റപ്പാലം സമ്മേളനം. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. അപ്പോൾ ഈ സമ്മേളനത്തെ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണെന്നാണ്. ജവഹർലാൽ നെഹ്റു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ PYQ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പയ്യന്നൂരിൽ നടന്ന 4ാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്.
സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂരാണ്. അപ്പോൾ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ 4ാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനമാണ് നടന്നത്. അതിൽ അധ്യക്ഷത വഹിച്ചത് നെഹ്റു ആയിരുന്നു. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്നത് ഈ പയ്യന്നൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പയ്യന്നൂർ വെച്ചിട്ടാണ്. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. അത് 1928 നടന്നത്. അപ്പോൾ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം 1928 ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതാണെന്ന് വെച്ചാൽ 1928 പയ്യന്നൂർ സമ്മേളനമാണ്. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച സമ്മേളനം പയ്യന്നൂർ സമ്മേളനമാണ്. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച സമ്മേളനമാണ് പയ്യന്നൂർ സമ്മേളനം. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? കെ കേളപ്പനാണ്. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയത്തെ പിന്താങ്ങി സംസാരിച്ചത് കെ മാധവൻ നായരാണ്. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത് കെ കേളപ്പനാണ്. പിന്താങ്ങി സംസാരിച്ചത് കെ മാധവൻ നായരാണ്. അത് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അത് 1928 നടന്നത്. നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച സമ്മേളനമാണ് പയ്യന്നൂർ സമ്മേളനം. ഇനി ഐക്യ കേരള കൺവെൻഷൻ, അതിനെക്കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 1947 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യകേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. 1947 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യകേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് തൃശ്ശൂരിലാണ്. അത് 1947 കെ കേളപ്പനാണ് പ്രമേയം പാസാക്കിയത്. ഐക്യകേരള പ്രമേയമാണ് പാസാക്കിയത്. തൃശ്ശൂരിൽ വെച്ചാണ് നടന്നത്. ഐക്യകേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിലാണ്. അപ്പോൾ 1928 ഏപ്രിലിൽ നാട്ടുരാജ്യ പ്രജാസമ്മേളനം എറണാകുളത്ത് വെച്ച് നടന്നിരുന്നു. അതിലാണ് ഐക്യകേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത്. തൃശ്ശൂരിൽ ഐക്യകേരള കൺവെൻഷൻ നടന്നത് 1947 തൃശ്ശൂരിൽ. അതിൽ കെ കേളപ്പനായിരുന്നു അധ്യക്ഷൻ. ഐക്യകേരള പ്രമേയം പാസാക്കിയത് ഈ കൺവെൻഷനിലാണ്. ഐക്യകേരളം എന്ന ആശയം ഉന്നയിച്ചത് 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിൽ, എറണാകുളത്ത് വെച്ച് നടന്ന 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിൽ ഐക്യകേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചു. ഐക്യകേരള പ്രമേയം പാസാക്കിയത് 1947 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ നടത്തിയ കൺവെൻഷനിലാണ്. തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള കൺവെൻഷനിലാണ്. ഐക്യകേരള കൺവെൻഷൻ്റെ അധ്യക്ഷനാരായിരുന്നു കെ കേളപ്പൻ. ഐക്യകേരള കൺവെൻഷനിൽ ഐക്യകേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ഇ മൊയ്തു മൗലവിയാണ്. ഐക്യകേരള കൺവെൻഷനിൽ ഐക്യകേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ഇ മൊയ്തു മൗലവിയാണ്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യകേരള സമ്മേളനം നടന്നത് ആലുവയിൽ വെച്ചിട്ടാണ്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യകേരള സമ്മേളനം നടന്നത് ആലുവയിൽ വെച്ചിട്ടാണ്. ഇനി KPCC സമ്മേളനങ്ങളും സമ്മേളനങ്ങളിൽ അത് നടന്ന സ്ഥലങ്ങളും അധ്യക്ഷനുമൊക്കെയാണ്. KPCC സമ്മേളനങ്ങൾ എന്ന് വെച്ചാൽ സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം. ഒന്നാം സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഏപ്രിലിൽ വെച്ചിട്ടാണ്. ടി പ്രകാശമായിരുന്നു അധ്യക്ഷൻ. രണ്ടാം സമ്മേളനം നടന്നത് 1923 മെയ് 26 പാലക്കാട്. ചില രേഖകളിൽ കോഴിക്കോട് എന്നും പരാമർശിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ സമ്മേളനം 1923 മെയ് 6 പാലക്കാട് വെച്ച് സരോജിനി നായിഡു ആയിരുന്നു അധ്യക്ഷൻ സ്ഥാനം വഹിച്ചത്. മൂന്നാമത്തെ സമ്മേളനം 1927 ഏപ്രിൽ 16 കോഴിക്കോട് വെച്ചിട്ട് BG ഹൊർണീനമാൻ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. കോഴിക്കോട് വെച്ച് നടന്ന BG ഹൊർണീനമാൻ 1927 1928 പയ്യന്നൂർ സമ്മേളനം മെയ് 25 മുതൽ 27 വരെ നെഹ്റു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അതിലാണ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത്. അത് പിന്താങ്ങിയത് കെ മാധവൻ നായരാണ്. അവതരിപ്പിച്ചത് കെ കേളപ്പനാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ചോദിച്ചാലും പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം 1928 1931 മെയ് 3 മുതൽ 5 വരെയായിരുന്നു അഞ്ചാമത്തെ ഐക്യകേരള KPCC സമ്മേളനം നടന്നത്. വടകര വെച്ചിട്ടാണ്. വടകര വെച്ച് സെൻഗുപ്തയായിരുന്നു അധ്യക്ഷൻ 1931. ആറാമത്തെ 1932 മെയ് 15 കോഴിക്കോട് വെച്ചിട്ടാണ് സാമുവൽ ആറോൺ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. സാമുവൽ ആറോൺ കോഴിക്കോട് വെച്ചിട്ട് ആറാമത്തെ KPCC സമ്മേളനം 1932 നടന്നത്. അപ്പോൾ 1921 ഒറ്റപ്പാലം ടി പ്രകാശം, 23 രണ്ടാമത്തത് പാലക്കാട് സരോജിനി നായിഡു, 27 മൂന്നാമത്തെ കോഴിക്കോട് BG ഹൊർണീനമാൻ, 28 പയ്യന്നൂർ നെഹ്റു, 31 വടകര വെച്ച് സെൻഗുപ്ത, 32 കോഴിക്കോട് സാമുവൽ ആറോൺ ആയിരുന്നു നടത്തിയത്.
അധ്യക്ഷത വഹിച്ചത്. ഇനി തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തെ കുറിച്ചിട്ടുള്ളതാണ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖ സ്ഥാനം വഹിച്ചത് തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാളാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖ എന്ന് പറഞ്ഞ സ്ഥാനം വഹിച്ചിരുന്നത് തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാളാണ്. തിരുക്കൊച്ചി രൂപീകരണ സമയത്ത് കൊച്ചി രാജാവായിരുന്നത് പരീക്ഷിത് തമ്പുരാനാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖ സ്ഥാനം വഹിച്ചത് ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂർ രാജാവായ ചിത്തിര തിരുനാൾ. തിരുക്കൊച്ചി രൂപീകരണ സമയത്ത് കൊച്ചി രാജാവായിരുന്നത് പരീക്ഷിത് തമ്പുരാനാണ്. കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധക സൂചകമായി ഐക്യകേരള കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കെ കേളപ്പനാണ്. കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് ഐക്യകേരള കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം കെ കേളപ്പൻ രാജിവെച്ചു. ഐക്യകേരള പ്രസ്ഥാനം ശക്തമാക്കാൻ 1946 രൂപീകൃതമായ KPCC ഉപസമിതി യോഗം നടന്നത് ചെറുതുരുത്തിയിലായിരുന്നു. ഐക്യകേരള പ്രസ്ഥാനം ശക്തമാക്കാൻ 1946 KPCC രൂപീകൃതമായി. KPCC ഉപസമിതി അത് ചെറുതുരുത്തിയിലാണ് അതിൻ്റെ യോഗം നടന്നത്. അധ്യക്ഷൻ KP കേശവമേനോനായിരുന്നു. കെ കേളപ്പൻ രാജിവെച്ചുള്ളൂ. അപ്പോൾ അധ്യക്ഷൻ KP കേശവമേനോനായിരുന്നു. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് TK നാരായണപിള്ളയാണ്. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ അതിന് നേതൃത്വം നൽകിയത് TK നാരായണപിള്ള. 1951-52 പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 108 സീറ്റുകളായിരുന്നു. 51-52 കാലഘട്ടത്തിലെ പൊതു തിരഞ്ഞെടുപ്പിൽ 108 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. 1954 ഫെബ്രുവരിയിൽ നടന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ 118 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 51-52 കാലയളവിലെ തിരഞ്ഞെടുപ്പിൽ 108 സീറ്റുകളും ഇടക്കാല തിരഞ്ഞെടുപ്പ് 54 ഫെബ്രുവരിയിൽ നടന്നപ്പോൾ അതിൽ 118 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. 1955 ഫെബ്രുവരിയിൽ തമിഴ്നാട് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന മന്ത്രിസഭയുടെ നേതാവായിരുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോൻ. അപ്പോൾ 54 ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്നു. 118 സീറ്റുകളായിരുന്നു. 55 ഫെബ്രുവരിയിൽ തമിഴ്നാട് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന മന്ത്രിസഭയുടെ നേതാവായിരുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ളയായിരുന്നു. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ ജനകീയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് TK നാരായണപിള്ളയാണ്. തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. തമിഴ്നാട് കോൺഗ്രസിന്റെ പിന്തുണയോടെ 1955 ഫെബ്രുവരിയിൽ അധികാരത്തിൽ വന്ന മന്ത്രിസഭയുടെ നേതാവാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ള. അദ്ദേഹമാണ് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാരായിരുന്നു പറവൂർ TK നാരായണപിള്ള, പിന്നെ പനമ്പിള്ളി ഗോവിന്ദമേനോൻ, പിന്നെ C കേശവൻ, AJ ജോൺ, പട്ടം താണുപിള്ള. C കേശവൻ, AJ ജോൺ, പട്ടം താണുപിള്ള ഇവരൊക്കെ അവിടുത്തെ തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാരായിരുന്നു. തിരുക്കൊച്ചിയിലെ മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രി ആനി മസ്ക്രീൻ ആയിരുന്നു. തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രി ആനി മസ്ക്രീൻ. 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രമാണ്. അതിലെ ആദ്യത്തെ നിയമസഭ അതിനെക്കുറിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1957 കാരണം 56 കേരളം രൂപീകൃതമായതിന് ശേഷമുള്ള സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. അതിൽ കേരളത്തിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1957 ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 57 കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 57 നിലവിൽ വന്നത്. അതിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ 1957 കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1 1957 ഏപ്രിൽ 1 ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു. അതിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം 1957 ഏപ്രിൽ 27 അപ്പോൾ 1957 ഏപ്രിൽ 1 ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നു. അതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 114 കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 114. അതിലെ മുഖ്യമന്ത്രിയായിരുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. ധനകാര്യമന്ത്രി C അച്യുതമേനോനാണ്.
ധനകാര്യം സി അച്യുതമേനോൻ. തൊഴിൽ ട്രാൻസ്പോർട്ട് ടി വി തോമസ് ആയിരുന്നു. തൊഴിൽ ട്രാൻസ്പോർട്ട്, അപ്പോൾ തൊഴിലിന് നമ്മൾ ടിയും ട്രാൻസ്പോർട്ടിനെ അത് ടി ആണല്ലേ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. തൊഴിൽ ട്രാൻസ്പോർട്ട് തൊഴിൽ തോമസ്, അങ്ങനെ ആലോചിച്ചാൽ മതി. തൊഴിൽ ട്രാൻസ്പോർട്ട് ടി വി തോമസ് ആയിരുന്നു. ഇനി ഭക്ഷ്യം വനം കെ സി ജോർജ് ആണ്. ഭക്ഷ്യം വനം വകുപ്പ് ഉണ്ടായിരുന്നത് കെ സി ജോർജ് ആണ്. ഇനി വ്യവസായം കെ പി ഗോപാലനായിരുന്നു. വ്യവസായം കെ പി ഗോപാലൻ. പബ്ലിക് വർക്ക്സ് ടി എ മജീദ്. തദ്ദേശ ഭരണം പി കെ ചാത്തൻ മാസ്റ്റർ. ചാത്തൻ എന്നൊക്കെ ഉള്ള പേര് ഒരു തദ്ദേശം, അതായത് ഇങ്ങനെ കുഞ്ഞു ലോക്കൽ പ്രദേശങ്ങളിലൊക്കെ ഉള്ള പേരുകളല്ലേ, പഴയ പേരുകളല്ലേ. അപ്പോൾ തദ്ദേശം ജസ്റ്റ് കണക്ഷന് വേണ്ടിയിട്ടാണോ. തദ്ദേശ ഭരണം പി കെ ചാത്തൻ മാസ്റ്റർ. വിദ്യാഭ്യാസവും സഹകരണം, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ സഹകരിക്കുള്ളൂ, ജോസഫ് മുണ്ടശ്ശേരിയാണ്. അതായത് നന്നായിട്ട് മുണ്ടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അപ്പോൾ മുണ്ടാനായിട്ട് പറ്റുന്നത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലാണ്. അപ്പോൾ വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. റവന്യൂ കെ ആർ ഗൗരിയമ്മയായിരുന്നു. നിയമം വൈദ്യുതി ആഭ്യന്തരം വി ആർ കൃഷ്ണയ്യർ. നിയമമന്ത്രി വൈദ്യുതി ആഭ്യന്തരമൊക്കെ വി ആർ കൃഷ്ണയ്യർ ആയിരുന്നു. ആരോഗ്യം ഡോക്ടർ എ ആർ മേനോൻ. ആരോഗ്യമുണ്ടല്ലോ, അപ്പോൾ ഡോക്ടറാണ്, ഡോക്ടർ എ ആർ മേനോൻ. മുഖ്യമന്ത്രി ഒന്നാം കേരള മന്ത്രിസഭയിൽ എന്നായിരുന്നു 1957 ഏപ്രിൽ 1 ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത്. കേരളത്തിലെ ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 അതിൽ നിയമസഭാ മണ്ഡലങ്ങൾ 114 മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ധനകാര്യം സി അച്യുതമേനോൻ. തൊഴിൽ ട്രാൻസ്പോർട്ട് ടി വി തോമസ്. ഭക്ഷ്യം വനം കെ സി ജോർജ്. വ്യവസായം കെ പി ഗോപാലൻ. പബ്ലിക് വർക്ക്സ് ടി എ മജീദ്. തദ്ദേശ ഭരണം പി കെ ചാത്തൻ മാസ്റ്റർ. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. റവന്യൂ കെ ആർ ഗൗരിയമ്മ. നിയമം വൈദ്യുതി ആഭ്യന്തരം വി ആർ കൃഷ്ണയ്യർ. ആരോഗ്യം എ ആർ മേനോൻ. ഇനി കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം EMS നമ്പൂതിരിപ്പാടാണ് രചിച്ചത്. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടിൻ്റെയാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ആ ക്വസ്റ്റ്യൻ. എന്താ ഡിലീറ്റ് ചെയ്തതെന്നറിയില്ല. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും EMS തന്നെയാണ്. കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ഫസ്റ്റ് തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം ജനിച്ചത് 1909 ജൂൺ 13 EMS നമ്പൂതിരിപ്പാട് ജനിച്ചത് 1909 ജൂൺ 13. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി കൂടിയാണ് EMS നമ്പൂതിരിപ്പാട്. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം അന്തരിച്ചത് 1998 മാർച്ച് 19 EMS അന്തരിച്ചത്. 1903 അദ്ദേഹം ജനിച്ചത്. 1909 ജൂൺ 13 ജനിച്ചത് കേട്ടോ. 1909 ജൂൺ 13 ജനിച്ചത്. 1998 മാർച്ച് 19 മരിച്ചത്. 1909 ജനിച്ചു, 1998 മരിച്ചത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാലും EMS നമ്പൂതിരിപ്പാടാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS ആണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്നല്ലോ, അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം EMSൻ്റെയാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി, ഫസ്റ്റ് കേരളം വന്നിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ് EMSൻ്റെ കൃതിയാണ്. കാറൽ മാർക്സ്, പുതുയുഗത്തിൻ്റെ വഴികാട്ടി. 1.25 കോടി മലയാളികൾ നമ്മൾ പറഞ്ഞു. കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് എ ഹിസ്റ്റോറിക്കൽ സർവേ. കേരള യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ, അത് EMSൻ്റെ ബുക്കാണ്. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പീസ് ആൻഡ് മൂവ്മെൻറ്റ് ഇൻ കേരള. അപ്പോൾ ഇത്രയധികം കൃതികളുണ്ട്. കേരളം മലയാളികളുടെ മാതൃഭൂമി EMSൻ്റെയാണ്. ബെർലിൻ ഡയറി EMSൻ്റെ കൃതിയാണ്. വേദങ്ങളുടെ നാട് EMSൻ്റെ കൃതിയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, കാറൽ മാർക്സ്, പുതുയുഗത്തിൻ്റെ വഴികാട്ടി. അപ്പം നെഹ്റുവിനെ കുറിച്ചും കാറൽ മാർക്സിനെ കുറിച്ചുള്ള ബുക്ക് എഴുതിയിട്ടുണ്ട്. 1.25 കോടി മലയാളികൾ. കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് എ ഹിസ്റ്റോറിക്കൽ സർവേ. പിന്നെ കേരള യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ, മുഖ്യമന്ത്രി ആയിരുന്നല്ലോ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പീസ് ആൻഡ് മൂവ്മെൻറ്റ് ഇൻ കേരള. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും രചിച്ചത് PK ബാലകൃഷ്ണനാണ്.
ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന് പറഞ്ഞ ബുക്ക് രചിച്ചതാരാണ്? BK ബാലകൃഷ്ണൻ. PK ബാലകൃഷ്ണൻ. ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും. ഇനി കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു പട്ടം താണുപിള്ള. കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. 1855 ജൂലൈ 15-നാണ് അദ്ദേഹം ജനിച്ചത്. പട്ടം താണുപിള്ള തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നീ പദങ്ങൾ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി ഈ പദവികളൊക്കെ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS, കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തിയാണ് പട്ടം താണുപിള്ള. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഗവർണർ സ്ഥാനം വഹിച്ചത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായത് EMS ആണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തിയാണ് പട്ടം താണുപിള്ള. പഞ്ചാബിലും ആന്ധ്രാപ്രദേശിലുമായിരുന്നു. പട്ടം താണുപിള്ള എഡിറ്ററായിരുന്ന മലയാള പത്രം കേരള ജനതയാണ്. പട്ടം താണുപിള്ള എഡിറ്ററായിരുന്ന മലയാള പത്രമാണ് കേരള ജനത. ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ചോദിച്ചാലും ആർ ശങ്കർ തന്നെയാണ്. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആർ ശങ്കറാണ്. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും ആർ ശങ്കറാണ്. ആർ ശങ്കർ ആരംഭിച്ച പത്രം ദിനമണിയാണ്. പട്ടം താണുപിള്ള എഡിറ്ററായിരുന്ന മലയാള പത്രമാണ് കേരള ജനത. പട്ടം താണുപിള്ള. ആർ ശങ്കർ ആരംഭിച്ചത് ദിനമണി. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആർ ശങ്കർ. കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായത് ആർ ശങ്കറാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവർണറായത് ആന്ധ്രാപ്രദേശിലും പഞ്ചാബിലും അത് പട്ടം താണുപിള്ള. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയായിരുന്നു EMS. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. ആർ ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് PK കുഞ്ഞാണ്. അപ്പോൾ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ്. ആർ ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് PK കുഞ്ഞാണ്. കേരള ചരിത്രം കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ത്യ ചരിത്രം തുടങ്ങാം.